ഹലോ നമസ്കാരം. റോസസ് ടേസ്റ്റി ഹൗസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയതിനു ശേഷം നമ്മൾ പിസ്സയൊക്കെ കഴിച്ചിട്ട് ഒരുപാട് കാലമായി കാണും. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നാളായി അങ്ങനെ വെളിയിലൊന്നും പോയി കഴിക്കാനുള്ള ഓപ്ഷൻ നമുക്കില്ലല്ലോ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതും ഓവനൊന്നും ആവശ്യമില്ല. നമുക്ക് സാധാരണ ഒരു നോൺ സ്റ്റിക്കിൻ്റെ തവയുണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാം. അതേപോലെ തന്നെ ഞാനിത് കുറച്ച് ഹെൽത്തി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഞാൻ മൈദ യൂസ് ചെയ്തിട്ടില്ല. സാധാരണ നമുക്ക് മൈദയിലല്ലേ കിട്ടുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയിട്ട് വരാം. ഒരു മീഡിയം സൈസ് പിസ്സയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഞാനൊരു 3/4 കപ്പ് ആട്ടപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സാധാരണ ആട്ടപ്പൊടിയാണ് കേട്ടോ, സാധാരണ ലൂസ് പാക്കറ്റായിട്ട് കിട്ടത്തില്ല, അതാണ്. അതിലേക്ക് 1/4 കപ്പ് തൈരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ ഞാൻ ഈസ്റ്റ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ്, അതായത് നമ്മുടെ സോഡാപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാനിവിടെ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നില്ല. എല്ലാ വീട്ടിലൊന്നും ബേക്കിംഗ് പൗഡർ ഉണ്ടാവില്ല. അപ്പോൾ ബേക്കിംഗ് സോഡ മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. ബേക്കിംഗ് സോഡ മാത്രം ചേർത്താലും നല്ല സോഫ്റ്റായിട്ടും പൊങ്ങിയൊക്കെ വന്ന് നല്ല സോഫ്റ്റ് ആവും കേട്ടോ. ബേക്കിംഗ് പൗഡർ ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല. എന്നിട്ട് നമുക്ക് ചപ്പാത്തിയുടെ മാവൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം. ഞാൻ ആ 1/4 കപ്പ് തൈര് മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ. എക്സ്ട്രാ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല. അല്ലാതെ തന്നെയാണ് കുഴച്ചെടുത്തിരിക്കുന്നത്. ഇതിന് സോഫ്റ്റ്നെസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തൈര് ചേർത്തിരിക്കുന്നത്. പിന്നെ പൊങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഈസ്റ്റിന് പകരം സോഡാപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്, അതും 1/4 ടീസ്പൂൺ. അപ്പം ഇത്രയും നന്നായിട്ട് കുഴച്ച് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് മാവ് കാണുമ്പോൾ തന്നെ അറിയില്ലേ, നല്ല സോഫ്റ്റാണ് മാവ്. ഇപ്പോഴേ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ റെസ്റ്റ് ചെയ്തുകൂടെ കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് സോഫ്റ്റ് ആവും മാവ്. ഇനി നമുക്ക് ഒരു അരമണിക്കൂർ ഒരു തുണി കൊണ്ട് മൂടി വെച്ചിട്ട് നമുക്ക് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട പിസ്സ സോസ് ഉണ്ടാക്കിയെടുക്കാം. പിസ്സ സോസ് ഞാൻ ഭയങ്കര ക്വിക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലൊരു പിസ്സ സോസാണ്. അതിലേക്ക് 1/4 കപ്പ് നമ്മുടെ ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു വലിയ വെളുത്തുള്ളിയാണ്, അത് വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, അതായത് ചതച്ച മുളക്, അതും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ പിസ്സ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് ക്വിക്കായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് തയ്യാറാക്കി നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് പിസ്സ റെഡിയാക്കുമ്പോഴത്തേക്ക് വേണ്ടതാണ്. ഇതിപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ മാവ് എന്തായി നോക്കാം നമുക്ക്. മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അതിനുശേഷം നമുക്കിത് പരത്തിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് പരത്താൻ വേണ്ടിയിട്ടുള്ള ഇത് വെച്ചിട്ടുണ്ട് ഞാൻ. ഇതിലേക്ക് അല്പം സാദാ പൊടി ഒന്ന് തൂവി കൊടുക്കാം. സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ എങ്ങനെയാണോ പരത്തിയെടുക്കുന്നത് അതേപോലെ പരത്തിയെടുക്കണം. ഒരുപാട് നൈസ് ആക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. പിസ്സയൊക്കെ അറിയാമല്ലോ, പിസ്സ കഴിക്കുമ്പോഴുള്ള അതിൻ്റെ ആ ഒരു കട്ടി അറിയാമല്ലോ, ആ ഒരു കട്ടിക്കനുസരിച്ച് നമുക്ക് പരത്തിയെടുക്കാം. പച്ചപ്പൊടിയൊക്കെ ഒന്ന് തൂവിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് പരത്തിയെടുക്കണം. നല്ല സോഫ്റ്റാണ്. നിങ്ങൾ സൂക്ഷിച്ച് വേണം ഇതൊന്ന് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതങ്ങ് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അത്ര നല്ല സോഫ്റ്റായിട്ടാണ് മാവിരിക്കുന്നത്. എന്നിട്ട് നമുക്കൊന്ന് നന്നായിട്ട് പരത്തി കൊടുക്കാം. അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെ പരന്ന് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ട്രാൻസ്പെറൻ്റ് ആവരുത്. ഇതേപോലെ ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് കനത്തിൽ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. ഇനി നമുക്കിത് തയ്യാറാക്കേണ്ട ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. ഒരു നോൺ സ്റ്റിക്കിൻ്റെ കടായി അല്ലെങ്കിൽ ഒരു പാൻ എടുക്കാം, നിങ്ങൾക്ക് ഫ്രൈയിങ് പാൻ എടുക്കാം. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് വെച്ച് കൊടുക്കാം. ഉണ്ടോ, ഇതിപ്പം ആ ഒരു പാനിൻ്റെ കറക്റ്റ് പരുവത്തിലാണ് എനിക്ക് മാവ് കിട്ടിയിരിക്കുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുക. ഇതേപോലെ കുത്തിട്ട് കൊടുക്കുന്നത് നമ്മളിപ്പോൾ സോഡാപ്പൊടിയൊക്കെ ചേർത്തിരിക്കുമല്ലേ, അപ്പോൾ ഓവറായിട്ട് ഇത് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഫോർക്ക് കൊണ്ട് കുത്തിട്ട് കൊടുക്കുന്നത്. ഇനി ഇതിന് ശേഷം നമുക്ക് ഇനി പിസ്സ സോസാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിസ്സ സോസാണ് ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ ഇതിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഫുള്ളായിട്ട് സ്പ്രെഡ് ആവണം. അപ്പോൾ നന്നായിട്ട് സ്പ്രെഡ് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് മൊസറല്ല ചീസാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് നൽകുന്നത്. അപ്പോൾ മൊസറല്ല ചീസ് നിങ്ങൾക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പം അത് നമുക്ക്
ചേർത്ത് കൊടുക്കാം. മൊസറല്ല ചീസ് നമുക്ക് വീട്ടിലും ഉണ്ടാക്കിയെടുക്കാം. അതിൻ്റെ വീഡിയോ ഞാൻ വളരെ ഏറ്റവും പെട്ടെന്നായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനത് ചേർത്തത്. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ മൊസറല്ല ചീസ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ കാണണം കേട്ടോ. അപ്പം ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്, ഇതിപ്പോൾ വെജ് പിസ്സയാണ്, അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്ന ക്യാപ്സിക്കം 3 കളേഴ്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ സവാളയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറത്തേക്ക് ഒരു ലെയർ കൂടെ മൊസറല്ല ചീസ് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുകയാണ്. ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഹെർബ്സിൻ്റെ മിക്സ്ചർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. അത്രയും മതിയാകും. അതിനുശേഷം നമുക്കിത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മോശം പാനാണത്, അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. അത് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തതാണ്. അതിലേക്ക് നമ്മുടെ പാൻ എടുത്ത് വെച്ചിട്ട് ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കണം. ഇനി ആ മൂടിപ്പാത്രത്തിന് ഒരു ഹോളുണ്ട്, അപ്പോൾ അതൊന്ന് അടച്ച് വയ്ക്കുക. ഒരു പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് അടച്ചു കൊടുത്താൽ മതിയാവും. എന്നിട്ട് ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. തീരെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. നമുക്ക് ഒരു 15 മിനിറ്റോളം കുക്ക് ചെയ്താൽ മതിയാവും. കുക്കിംഗ് ടൈം 15 മിനിറ്റാണ് കേട്ടോ. 15 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെന്തോന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ഫോർക്ക് കൊണ്ട് അരികിലൊന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ അതിലൊന്നും പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ ആ ഒരു ഡോ ഒക്കെ നമ്മുടെ നന്നായിട്ട് കുക്കായിട്ടുണ്ടെന്നാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഈ ലോക്ക്ഡൗൺ കാലത്ത് പിസ്സ ഹട്ടിലൊന്നും പോയി പിസ്സ കഴിക്കേണ്ട ആവശ്യമില്ല. വീട്ടിൽ മക്കൾക്കാണെങ്കിലും ഒക്കെ തയ്യാറാക്കി കൊടുക്കും, അവർക്ക് ഒത്തിരി ഇഷ്ടമാകും. ഇതുപോലെ ആട്ടപ്പൊടി ഉപയോഗിച്ചിട്ട് തന്നെ ഉണ്ടാക്കുക, അല്ലാണ്ട് മൈദയുടെ ഒന്നും ആവശ്യമില്ല. അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു. വളരെ ടേസ്റ്റിയാണ്. അപ്പം ഇതിൽ നിങ്ങൾക്ക് ചിക്കൻ ചേർക്കണമെന്നുണ്ടെങ്കിൽ ചിക്കൻ ചേർക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ വെജായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിന് പകരം ചിക്കൻ സ്പ്രെഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും തയ്യാറാക്കി നോക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതാണ്. അപ്പോൾ അതുവരേക്കും ബൈ ബൈ. താങ്ക്